നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്തിൻ്റെ പൊതുവായ വാർത്താചിത്രത്തിലേക്ക് കടക്കുകയാണ്. മലപ്പുറം കരുവാരക്കുണ്ടിലെ 14-കാരിയുടെ കൊലപാതകം പ്രണയവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യത്തെ തുടർന്നെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. 16 വയസ്സുകാരൻ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായും പോലീസ് പറയുന്നു. മറ്റാർക്കും പങ്കുള്ളതായി അറിഞ്ഞിട്ടില്ലെന്നും SP R വിശ്വനാഥ് വ്യക്തമാക്കി. അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം ഈ കുട്ടികളുടെ മൂവ്മെൻറ്റ് വിവിധ ബസ്സുകളിലെല്ലാം കയറിയിട്ടാണ് ഈ പറഞ്ഞ കരുവാരക്കുണ്ടിൽ നിന്ന് കണ്ടൂർ വരേക്ക് എത്തിയെന്നുള്ള പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം CCTV വിഷ്വൽസ് അടക്കം ഇന്നിപ്പോൾ എൻ്റെ ടീം DSP പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്, ഡാൻസ് ഓഫ് അംഗങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പേഴ്സൺ ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ നിയമമായി പൊരുത്തപ്പെടാത്ത കുട്ടി, അവൻ്റെ മൊബൈൽ ഫോൺ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. CDR കളക്ട് ചെയ്ത് അത് പ്രകാരമുള്ള അന്വേഷണം ആ സമയത്ത് അവർ വിളിച്ചിരുന്നതും അവനെ വിളിച്ചിരുന്നതായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ മൊമെൻ്റ് വരേക്കും നമുക്ക് മറ്റൊരു ഇൻ്റർവെൻഷൻ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. മറ്റാരുടെയും ഇടപെടലുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത്തരം തെളിവുകളില്ല എന്നതാണ് പോലീസിന്റെ വിശദീകരണം. എന്തായാലും പ്രതിയെ കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. TV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണിത്. രണ്ടും ജുവനൈൽ ആക്ടിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു പ്രതിയാണ് ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച പോലീസിന്റെ വിശദീകരണം? എന്തായാലും ഇതിൽ മറ്റാരും ഉൾപ്പെട്ടിട്ടില്ല എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. സജിത്ത്, നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കേസിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മറ്റാരും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഇതുവരേക്കും ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുള്ളത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, പോലീസിന്റെ വേർഷൻ ഇപ്രകാരമാണ്: മിനിഞ്ഞാന്നാണ് ഈ കുട്ടിയെ കാണാതായത്. തുടർന്ന് വൈകുന്നേരമായിട്ടും സ്കൂൾ വിട്ട് വരാത്ത കുട്ടിയെ ആ സാഹചര്യത്തിൽ പോലീസിൽ വീട്ടുകാർ പരാതിപ്പെടുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ കുട്ടിയുമായി ബന്ധമുള്ള ഈ യുവാവിനെ ചോദ്യം ചെയ്യും. യുവാവെന്ന് പറയാനാവില്ല, 16-കാരനെ ചോദ്യം ചെയ്യുകയും അയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയും മൃതദേഹം കണ്ടെത്തുകയാണ് ചെയ്തത്. ഈ കൃത്യം ചെയ്തത് താനാണെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ഈ ബലാത്സംഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു കൊടും ക്രൂരകൃത്യം നടന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ യുവാവും അല്ലെങ്കിൽ ഈ 16-കാരനും ഈ പെൺകുട്ടിയും പ്രണയത്തിലായിരുന്നു. പ്രണയത്തിലെ അസ്വാരസ്യങ്ങളാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരാളുമായി പെൺകുട്ടിക്ക് സൗഹൃദമുണ്ട്, ബന്ധമുണ്ട് എന്ന സംശയമാണ് ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ പ്രാഥമികമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ പെൺകുട്ടിയും ഈ 16-കാരനുമായിട്ടുള്ള ബന്ധം വീട്ടുകാർ അറിഞ്ഞിരുന്നു. അവരെ ഇതുമായി ബന്ധപ്പെട്ട പരാതി കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ നൽകിയിരുന്നു എന്നാണ് സൂചന. അത് സ്ഥിരീകരിച്ചിട്ടില്ല, അങ്ങനെ ഒരു സൂചനയും പോലീസ് നൽകുന്നുണ്ട്. അപ്പോൾ കുട്ടിയെ കാണാതായപ്പോൾ തന്നെ ഈ 16-കാരനെ തന്നെയാണ് വീട്ടുകാരും ഒക്കെ ആദ്യം തന്നെ സംശയിച്ചത്. തുടർന്ന് പോലീസിനോട് ഇക്കാര്യം പറയുകയും പോലീസ് അയാളെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണമായി ലഭിച്ചിരിക്കുന്നത്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴുത്ത് ഞെരിച്ചാണ് കൊന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഇൻക്വസ്റ്റിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കേസിൽ മറ്റാരും ഉൾപ്പെട്ടതായി ഇതുവരെയും തെളിവുകൾ ലഭിച്ചിട്ടില്ല. കുട്ടി സ്കൂളിലേക്ക് അന്ന് ദിവസം എത്തിയിട്ടില്ല. പകൽ മുഴുവൻ ഈ 16-കാരൻ്റെ കൂടെ തന്നെ ആയിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ എവിടെയെല്ലാം പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കുറെ കൂടി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും SP വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാണെങ്കിലും അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. ബലാത്സംഗത്തിന് ശേഷം കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊന്ന് കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു പ്രതി എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത്. ഈ പ്രതിക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായം എന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിൽപ്പെട്ട ശിക്ഷാ നടപടികളായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഭാഗമായിട്ട് ഇയാളെ വെള്ളിമാടുകുന്നുള്ള ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊലക്കുറ്റമടക്കമുള്ള കാര്യങ്ങൾ, കൊലക്കുറ്റവും ബലാത്സംഗവും പോക്സോയിൽപ്പെടുന്ന ബലാത്സംഗത്തിൻ്റെ വകുപ്പുകളും ഇയാൾക്കെതിരെ ചുമത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ പെരിന്തൽമണ്ണ DSPയുടെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. സജിത്ത്. അനുമോദ്, ഈ കുട്ടിക്ക് ചില ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നു, ലഹരി ഉപയോഗിച്ചിരുന്നു, ഇങ്ങനെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇതിൽ എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? കാരണം 16 വയസ്സുള്ള കുട്ടി ഈ കൊല എന്തിനു നടത്തി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി പോകുമ്പോൾ ഇത്തരം ചില സംശയങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ.
ഇക്കാര്യത്തെക്കുറിച്ചും പോലീസിനോട് അന്വേഷിച്ചിരുന്നു. പക്ഷേ ഈ കുട്ടി ഏതെങ്കിലും അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടതായുള്ള തെളിവില്ല. ഇയാൾ ഉപയോഗിച്ചിരുന്നോ എന്നതിനെക്കുറിച്ച് പോലീസും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ പരാതിയോ കേസോ ഒന്നും ഇയാളുടെ പേരിൽ ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നേരത്തെ പക്ഷേ ഇയാളും ഈ പെൺകുട്ടിയുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് വീട്ടുകാർക്ക് പരാതി ഉണ്ടായിരുന്നു. വീട്ടുകാരിൽ ഇയാൾക്ക് ഈ 16-കാരൻ്റെ സ്വഭാവത്തിൽ അത്ര വ്യക്തമല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ഈ ലഹരിയൊക്കെ സ്വാധീനമുണ്ട് എന്നൊക്കെ തരത്തിലൊക്കെയാണ് വീട്ടുകാരുടെയൊക്കെ ആദ്യത്തെ ഒരു പരാതി ഉണ്ടാകുന്നത്. മാത്രമല്ല 14 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ ഈ വീട്ടുകാർ ഇവരുടെ ബന്ധത്തെ എതിർക്കുന്നതും ഇയാൾ ഉപദ്രവിച്ചത് ഈ പെൺകുട്ടി വീട്ടിൽ പറയും എന്ന തരത്തിലുള്ള ഒരു ഭീഷണിയൊക്കെ ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വളരെ ആസൂത്രിതമായിട്ട് കുട്ടിയുടെ 2 കൈയും കെട്ടിയിട്ടാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതായത് ഒരു തരത്തിലും രക്ഷപ്പെടാൻ സമ്മതിക്കാത്ത രീതിയിൽ കൈ കെട്ടി കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ആ ഒരു ഘട്ടത്തിൽ ഇനി ഇയാൾ ലഹരി എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും രാസപരിശോധനാ ഫലങ്ങളൊക്കെ വന്നതിന് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഇയാൾക്കെതിരെ ലഹരി ഉപയോഗിച്ചതിനോ അതുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോഴും ഈ ഒരു സമയത്ത് അയാൾ മറ്റെന്തെങ്കിലും ലഹരിക്ക് അടിമയായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. സജിത്ത്, അനുമത്, ഈ ലഹരിയുടെ സ്വാധീനം ഉണ്ടായില്ലെങ്കിൽ പിന്നെ പ്രണയപ്പക എന്ന മറ്റൊരു കാരണം ഒരുപക്ഷെ പോലീസിൻ്റെ അന്വേഷണത്തിൽ സ്ഥിരീകരിക്കേണ്ടതാണ്. നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കേരളം ഗൗരവത്തോടെ ഈ വാർത്തയെ കാണേണ്ടി വരുന്നത്, ഒരു 16 വയസ്സുകാരനാണ് ഒരു 9-ാം വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് എന്നതാണ്. എന്തിനാണ് ഇത്ര വലിയ ഒരു കുറ്റകൃത്യം നടത്താൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ച ഘടകം? സ്വാഭാവികമാണ്, ഒരു കൊച്ചുകുട്ടിക്ക് 16 വയസ്സുകാരൻ കുട്ടിക്ക് എങ്ങനെ ഇതിന് തോന്നുമെന്നതാണ്. ലഹരി എന്ന ഒരു സാധ്യത അല്ലെങ്കിൽ പ്രണയപ്പക എന്ന മറ്റൊരു സാധ്യതയിലേക്ക് വരാം. കാരണം ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. അത്തരം ചില കാര്യങ്ങളൊക്കെ മൊഴികളിലായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പ്രണയപ്പകയുടെ സാധ്യത പോലീസ് തള്ളിക്കളയുന്നുണ്ടോ? അത്തരമൊരു സാധ്യതയിലേക്ക് പോലീസും എത്തിയിട്ടുണ്ടോ? തീർച്ചയായും സജിത്ത് പറഞ്ഞതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിലൊരു പ്രണയത്തിലെ അസ്വാരസ്യങ്ങൾ എന്നാണ് SP-യുടെ വാർത്താ സമ്മേളനം അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം. നമുക്കിത് സംബന്ധിച്ച് പോലീസിൽ നിന്ന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന് പരിധിയിലാണ് ഈ കുറ്റകൃത്യം വന്നിട്ടുള്ളത്. കൊല്ലപ്പെട്ടതും അതേപോലെ കൊലയാളിയും 2 പേരും പ്രായപൂർത്തിയാവാത്തവരാണ്. അതുകൊണ്ട് തന്നെ പല വിവരങ്ങളും നമുക്ക് പങ്കുവയ്ക്കുന്ന നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. പക്ഷേ പരിമിതമായിട്ടുള്ള ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രണയത്തിൽ ഉള്ള അസ്വാരസ്യമാണ് ഇതിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ ആ തരത്തിൽ ഇവർ തമ്മിലുള്ള സൗഹൃദമുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു. ഈ 16-കാരനെ പല ഇടങ്ങളിൽ നിന്നും ഈ കുട്ടിക്കൊപ്പം കണ്ടത് വീട്ടുകാർ പ്രശ്നമുണ്ടാക്കുകയും ഈ കുട്ടിയെ തേടി ഈ 16-കാരൻ വീട്ടിലേക്ക് വരികയും തുടർന്ന് വീട്ടുകാർ ആ വിഷയത്തിൽ ഇയാൾക്ക് ഈ 16-കാരനോട് ദേഷ്യപ്പെടുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം അത്തരത്തിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഈ പെൺകുട്ടിയിൽ ഇയാൾക്ക് സംശയം ഉണ്ടാവുകയും മറ്റൊരാളുമായിട്ട് ഈ പെൺകുട്ടിക്ക് സൗഹൃദമോ ബന്ധമോ ഉണ്ടോ എന്ന് സംശയിക്കുകയും അതേ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളും ഇതിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമികമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുള്ള ഒരു വിലയിരുത്തൽ. അതാണ് പ്രണയത്തിലെ അസ്വാരസ്യങ്ങൾ, അതായത് സംശയം എന്ന തരത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷെ ഒരു 16-കാരൻ 14-കാരിയെ മറ്റൊരു ബന്ധത്തിൻ്റെ പേരിൽ സംശയിച്ച് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൈ കൂട്ടിക്കെട്ടി കഴുത്ത് ഞെരിച്ച് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ പോലും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വലിയ കൊടും ക്രൂരകൃത്യമായിട്ട് തന്നെ വേണം കാണുവാൻ. ഒരു തരത്തിലും കുറ്റബോധമോ മറ്റ് അത്തരത്തിലുള്ള ആശങ്കയോ ഇല്ലാതെ ഈ കൃത്യം ചെയ്ത് ഈ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതും, അതായത് ആ സ്ഥലത്ത് രക്ഷപ്പെടുകയും എന്നാൽ തന്നിലേക്ക് അന്വേഷണം എത്തുന്നത് അത് പേടിക്കാതെ അവിടെ തന്നെ നിന്നു എന്നുള്ളതൊക്കെ വലിയ തോതിൽ തന്നെ ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യമാണ്. മാറുന്ന ഇത്തരത്തിലുള്ള ഈ കുട്ടികളുടെ കുറ്റകൃത്യങ്ങളുള്ള സമീപനം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും വലിയ ചർച്ചകളിലേക്കും മറ്റുമൊക്കെ വഴിവെക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണെങ്കിലും പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണവും ഈ നേരത്തെ നമ്മൾ പങ്കുവെച്ച വിവരങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഈ മൂന്നാമതൊരാളുടെ സാന്നിധ്യം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള നിർണായക കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. അനുമത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒരാളുടെ പങ്കാളിത്തം ഇതിന് ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സഹായം കിട്ടിയിരുന്നില്ലെങ്കിൽ ഇത് കൂടുതൽ ഗൗരവത്തോടെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. ഒരുപക്ഷേ ഈ ടോക്സിക് പ്രണയം എന്ന പുതിയ കാലത്തിൻ്റെ ചില വാക്കുകളുമായൊക്കെ കൂട്ടി വായിക്കേണ്ടി വരുന്ന സംഭവങ്ങളാണോ ഇതിന് പിന്നിൽ എന്ന പോലും സംശയം ഉണ്ടാവുന്നുണ്ട്. കാരണം
കാമുകിയായിരുന്നു. കാമുകിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന സംശയത്തിൽ അതൊരു തർക്കമാവുകയും ബലപ്രയോഗമുണ്ടാവുകയും കൈകൾ വലിച്ചു കെട്ടുകയും ഒടുവിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. ഇതാണ് പുറത്തിൽ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. അനുമോദ്, ഈ IG അടക്കം സ്ഥലത്ത് വന്നാണ് ഈ കുട്ടിയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചു തുടങ്ങിയത്. അതായത് പോലീസ് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു ഗൗരവത്തിൽ തന്നെയാണ് വിഷയത്തെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയതെന്ന് മനസ്സിലാക്കാമല്ലേ? അപ്പോൾ ഈ തരത്തിൽ അതിൻ്റെ ഒരു ഗൗരവം പോലീസിൻ്റെ തുടരന്വേഷണത്തിലും കടന്നു വരുന്നുണ്ടോ? തീർച്ചയായും പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത്. കാരണം 14 വയസ്സുള്ള കുട്ടിയാണ് കാണാതായതായിട്ടുള്ള വിവരം പോലീസുകാർ ആദ്യം പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ ഹിസ്റ്ററി, ഇതുമായി ബന്ധപ്പെട്ട മുൻപത്തെ പരാതി, ഇതെല്ലാം തന്നെ ചേർത്ത് പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു 16-കാരൻ്റെ ദിശയിലേക്ക് അന്വേഷണം നടന്നു. അത് കൃത്യമായിട്ട് മണിക്കൂറുകൾക്കകം ആ ഒരു കുട്ടിയുടെ അന്വേഷണത്തിൽ, അതായത് കുട്ടിയെ കണ്ടെത്തുന്നതിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരാളെയും ആദ്യഘട്ടത്തിൽ സംശയിച്ചിട്ടില്ല. ഈ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സജിത്ത്. ഈ കുട്ടി വൈകുന്നേരം വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ ആശങ്കയിലായപ്പോൾ ഈ യുവാവിൻ്റെ കയ്യിലുള്ള ഫോണിൽ നിന്നും ഈ പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ച് ഞാൻ എത്തുമെന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഒരു തരത്തിലും മറ്റൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ആ കുട്ടി പോലും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണം ആ ഒരു കൃത്യത്തെ കാണുവാൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരുടെയെങ്കിലും ഒരു പങ്ക് ഇതിനുണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. പക്ഷേ ആദ്യഘട്ടത്തിലുള്ള അന്വേഷണത്തിലൊന്നും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായതായിട്ട് ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും CCTV-കൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇവർ ആ പകൽ മുഴുവൻ ഒരുമിച്ച് പലയിടങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം വൈകുന്നേരം ഈ പറയുന്ന കൃത്യം നടന്നിടത്തേക്ക് എത്തി എന്ന തരത്തിലേക്ക് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം ഇതുവരേക്ക് എത്തിയിട്ടുള്ളത്. എന്നാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അത് തീർച്ചയായിട്ടും കുറേ കൂടി ഗൗരവത്തിൽ കാണേണ്ട ഒന്നാണ്. ഈ ഒരു കുറ്റകൃത്യം എന്ന പേരിലല്ല, ഇത്രയും ഈ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഈ ഒരു ബലാത്സംഗം പോലെ അതിക്രൂരമായ ഒരു കാര്യം ചെയ്ത് ആ കഴുത്ത് ഞെരിച്ച് ഒരു പെൺകുട്ടിയെ കൊല്ലാനുള്ള ഒരു ചങ്കുറപ്പും അതിനുള്ളൊരു കുറ്റവാസനയും എവിടുന്ന് വന്നു, ചിന്ത എവിടുന്ന് വന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. അത് ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചും ഈ സംഭവം അല്പം പേടിയോടെ തന്നെ കേൾക്കേണ്ട ഒരു സാഹചര്യവുമാണുള്ളത്. അതാണ് സാഹചര്യം. എന്തായാലും ടോക്സിക് പ്രണയമാണ് ഇത്തരമൊരു കൊലപാതകത്തിന് വഴിവെച്ചതെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടേക്ക് എന്ന കാര്യത്തിൽ ഗൗരവമായ ചർച്ചകൾ കൂടി തുടക്കമിടുന്ന ഒരു സംഭവം കൂടിയായി ഇത് മാറുകയാണ്. കാരണം ഈ വ്യക്തി, ഈ പ്രതി പലപ്പോഴും പെൺകുട്ടിയുടെ വീട്ടിലെത്തി ആ കുട്ടിയെ പലപ്പോഴും ഫോണിൽ കിട്ടാതെ വരുമ്പോഴോ അതല്ലെങ്കിൽ വീട്ടിലെത്താതെ വരുമ്പോഴോ വളരെ കോപത്തോടെ വീട്ടിലെത്തി വീട്ടുകാരുമായി തർക്കിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പ്രണയപ്പകയോ ആകാം ഒരു പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് എത്തിയത്. ബോധപൂർവമായി നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച് നടത്തിയ കൊലയാണോ അതല്ലെങ്കിൽ വാക്ക് തർക്കത്തിനിടയിൽ സംഭവിച്ചതാണോ? എന്തായാലും ഈ കാര്യത്തിലൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട്. അതിനുമപ്പുറം മൂന്നാമതൊരാൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന കാര്യം കൂടി തെളിയിക്കും. എന്തായാലും ഞെട്ടിക്കുന്ന കാര്യമാണ്. കേരള സമൂഹം ഏറെ കരുതലോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം. മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് പുഷ്പലത കൊലപാതക കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. പ്രതി പരമേശ്വരനെ ചോദ്യം ചെയ്തതോടെയാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. വ്യക്തിഹത്യ നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മൊഴി. പുഷ്പലതയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ചതായും പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അതേസമയം മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. KV ബൈജു, എന്താണ് പോലീസ് ഇതുവരെ ഈ സംഭവത്തിൽ നടത്തിയ നിഗമനം? സൈത്തെ, കഴിഞ്ഞ 2 ദിവസമായി ഈ കുമ്പടാജെ എന്ന് പറയുന്ന സ്ഥലത്തെ വലിയ തോതിൽ മുൾമുനയിൽ നിർത്തിയ അതുപോലെ തന്നെ ആശങ്കയുയർത്തിയ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. തുടക്കത്തിൽ നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തതാണ് ഈ വിഷയം. ഇതൊരു കവർച്ചയാകാം എന്ന ഒരു നിഗമനം ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല. ഇയാളെ, ഈ പരമേശ്വര എന്ന് പറയുന്ന ഇയാളെ വ്യക്തിഹത്യ നടത്തിയതിലുള്ള ഒരു വൈരാഗ്യം, അതേ തുടർന്നുണ്ടായ ഒരു അടിയും അങ്ങനെ ഒരു ഇത് കൊലപാതകമാണെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് പോലീസ് ഇതിൽ കൃത്യമായി പറയുന്നത് ബുധനാഴ്ചയാണ് ഇയാൾ ഇവിടെ എത്തുന്നത്. പരമേശ്വര എന്ന് പറയുന്ന ഇയാൾ കർണാടക സ്വദേശിയാണ്.
ഈശ്വരമംഗലം സ്വദേശിയാണ്. വർഷങ്ങളായി ഈ പ്രദേശത്ത് കാട് വെട്ടുന്ന ജോലിയാണ്. ഈ പുഷ്പലതയുടെ വീട്ടിൽ സമീപത്തായുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നതിനിടയിൽ അവിടെ ഈ യന്ത്രം വെച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ഈ പുഷ്പലത ഇയാളെ കുറിച്ച് അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചു. അതായത് മറ്റ് സ്ത്രീയുമായി ബന്ധപ്പെടുത്തി പല കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ പ്രകോപിതനായി ഈ പുഷ്പലതയെ ഇയാൾ മർദ്ദിക്കുന്നു. പിന്നീട് പുഷ്പലത വീടിനകത്തേക്ക് പോയപ്പോൾ വീണ്ടും ഇയാൾ വീട്ടിനകത്ത് പോയി ഈ പുഷ്പലതയെ മൂക്ക് പൊത്തിപ്പിടിച്ച് അങ്ങനെയാണ് ഈ കൊലപാതകം നടക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും ഈ കഴുത്തിലുണ്ടായിരുന്ന കരിമണി മാല ഇയാൾ അവിടെ നിന്നും കവർച്ച ചെയ്തു. അത് ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കവർച്ചയായിരുന്നില്ല ഇയാളുടെ ഉദ്ദേശം. ഈ കൃത്യമായി പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം, അതേ തുടർന്നുണ്ടായ ഒരു കൊലപാതകം, അങ്ങനെയാണ് മൊഴിയുള്ളത്. പക്ഷേ ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ഉൾപ്രദേശമാണ്. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പടാജി എന്ന് പറയുന്ന സ്ഥലം കുറച്ച് ഉൾപ്രദേശമാണ്. ഈ 70 വയസ്സ് പ്രായമുള്ള പുഷ്പലത ഈ വീട്ടിൽ കുറെ നാളായി തരിച്ചു താമസിക്കുന്നതുമാണ്. ഇയാളുമായി നല്ല സൗഹൃദമുണ്ട്. ഇയാൾ ഈ പരിസരത്തൊക്കെ ആളുകളുമായി നല്ല പരിചയമുള്ള ആളാണ്. പല വീടുകളിലും ഇത്തരത്തിൽ കാട് വെട്ടിത്തെളിക്കാനൊക്കെ ഇയാളെയാണ് ഏർപ്പാടാക്കിയിരുന്നത്. ഇയാൾ ഇങ്ങനൊരു കൃത്യം ചെയ്യും അല്ലെങ്കിൽ ഒരു അരുങ്കൊല ചെയ്യുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രത്തോളം വലിയ തോതിൽ കഴിഞ്ഞ ദിവസം സംശയമുണ്ടെന്നതാണ്. ഇനി കൊലപാതകമാണോ, ഇതെന്താണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിന് കാരണം, അല്ലെങ്കിൽ അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉയർന്നു. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കാസർഗോഡ് ജില്ലയിൽ തന്നെ 2 കേസുകളുണ്ട് ഇതുപോലെ തരിച്ചു താമസിക്കുന്ന സുബൈദ, ദേവകി എന്ന് പറയുന്ന 2 പേരെ കൊലപ്പെടുത്തിയതിലും ഇതുവരെ വർഷങ്ങളായിട്ടും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു കേസാകുമോ ഇത് എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും വ്യാഴാഴ്ച രാവിലെയാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. വീടിനകത്ത് കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഇവരുടെ ബന്ധു ഇവർ ഫോൺ വിളിച്ച് എടുക്കാത്തതിനെ തുടർന്ന് അയൽവാസികളോട് പറയുകയും അങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് ഇവർ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അപ്പോൾ തന്നെ മുഖത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. സംശയം ഉയർന്നിരുന്നു. ഏതായാലും വിദഗ്ധ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയതോടുകൂടിയാണ് ഇതിൽ ഒരു കൊലപാതകമാണെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറിനകം തന്നെ ഈ കേസ് തെളിയിക്കാനായി എന്നത് അവരെ സംബന്ധിച്ചോളം ഒരു നേട്ടമാണ്. കൃത്യമായി ഒരു നാട് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇത്തരം അക്രമങ്ങളോ അതല്ലെങ്കിൽ കൊലപാതകങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ സമാധാനപരമായി നിൽക്കുന്ന ഒരു നാടാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഒരു തനിച്ച് താമസിക്കുന്നതും 70 വയസ്സ് പ്രായമുള്ള ഒരു വയോധികയെ ഈ കൊല ചെയ്യപ്പെട്ട നിലയിൽ കാണുന്നത് ഒക്കെയുള്ള വലിയ തോതിലുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എന്തായാലും പ്രതിയെ പിടികൂടിയിരിക്കുന്നു. പ്രതി ഈ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ആദ്യം ഇയാൾ ഇത് കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. കൃത്യമായ തെളിവുകൾ ഹാജരാക്കി പോലീസ് ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇയാൾ സമ്മതിച്ചത്. ഇയാളുടെ വീട്ടിൽ നിന്നും 3 പവൻ തൂക്കമുള്ള കരിമണി മാല പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ തന്നെ അലമാറയിൽ മറ്റ് സ്വർണ്ണങ്ങളും വളകളും ഉണ്ടായിരുന്നു. അതൊക്കെ മോഷണം പോകാത്തത് വലിയ സംശയം വരുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മളും അത് ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം ഇതിന് ഒരു കൊലപാതക കാരണമെന്ന വലിയ സംശയമുണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. ഇപ്പോൾ പോലീസിന് പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇതാണ്: ഇയാളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. ആ അധിക്ഷേപിച്ചതിലുള്ള പ്രകോപനം ഒരു കൊലപാതകത്തിലേക്ക് എത്തി എന്നാണ്. എന്നാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് പറയുന്നത്. ബൈജു, ഈ കൊലപാതകത്തിനിടയിൽ, മരണവെപ്രാളത്തിനിടയിൽ ഈ പുഷ്പലത പ്രതിയുടെ കയ്യിൽ കടിച്ചു പറിച്ചു. അപ്പോൾ പുഷ്പലതയുടെ ശരീരത്തിൽ ആ പല്ലുകളിൽ നിന്ന് ഈ പ്രതിയുടെ രക്തസാമ്പിളുകളുമായുള്ള ഒത്തുനോക്കലിൽ തന്നെ പ്രതി ആരെന്ന് സൂചനകൾ ലഭിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ പുഷ്പലത മരണവെപ്രാളത്തിൽ ആ കടിച്ചത് ഒരു പ്രധാനപ്പെട്ട തെളിവ് ഉണ്ടാക്കുന്നതിന് കാരണമായെന്ന് കരുതണം. തീർച്ചയായും ടോമി, സൈത്തെ അത്തരത്തിലുള്ള നിർണായകമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ ചോദ്യം ചെയ്തതിലാണ് ഇയാൾ ഒടുവിൽ കുറ്റം സമ്മതിച്ചത്. ആദ്യം ഒന്നും തന്നെ ഇയാൾ കുറ്റം സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിൽ നാട്ടുകാരായ നിരവധി ആളുകളെ പോലീസ് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇയാളുടെ മൊഴിയിൽ വലിയ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസ് ഈ ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കിയത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പിടിവലി നടന്നതിന്റെ ലക്ഷണം ഇതിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മളും റിപ്പോർട്ട് ചെയ്തതാണ്. പോലീസ് അക്കാര്യം ആദ്യം തന്നെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഒരു പക്ഷേ മറ്റ് പുറത്തു നിന്നും വന്ന, ഇത് കർണാടക കേരള അതിർത്തിയോട് പങ്കിടുന്ന പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ നിന്നും വന്ന കവർച്ചക്കാർ ആരെങ്കിലും ഇത്തരത്തിൽ മാല കവരാൻ വേണ്ടി കൊലപാതകം നടത്തിയെന്ന ഒരു നിഗമനത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളാണ് ഈ കൊലപാതകം നടത്തിയെന്നതിൽ
വലിയ ഞെട്ടലാണ് ഈ ഒരു പരിസരവാസികൾക്ക് ഒക്കെ ഉള്ളത്, പ്രദേശവാസികൾക്കൊക്കെ ഉള്ളത്. കാരണം പല വീടുകളിലും ഇയാൾ അടുത്ത ബന്ധമുണ്ട്, പല വീടുകളിലും ഇയാൾ ഇത്തരത്തിൽ കാട് വെട്ടിത്തെളിക്കാനായി ഇയാളെ ഏർപ്പാടാക്കാറുണ്ട്. വർഷങ്ങളായി ഈ കുമ്പടാജിയിൽ തന്നെയാണ് ഇയാൾ. ഈ കർണാടക ഈശ്വരമംഗലം സ്വദേശിയാണെങ്കിലും വർഷങ്ങളായി ഇവിടെ കുമ്പടാജിയിൽ തന്നെയാണ് ഇയാൾ താമസമാട്. എല്ലാ വീടുകളുമായി നല്ല സൗഹൃദമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് പുഷ്പലത, ഈ കൊല്ലപ്പെട്ട പുഷ്പലതയുമായി അടുത്ത ബന്ധമുണ്ട്. ആ വീട്ടിൽ പതിവായി ഇയാൾ എത്താറുണ്ട്. ആ പരിസര പ്രദേശങ്ങളിലൊക്കെയാണ് ഇയാൾ ജോലി ചെയ്യുന്നതും. ഇയാൾ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് പുഷ്പലതയുടെ വീട്ടിൽ പോകുന്നത്. അയൽവാസിയായ ഇവരുടെ വീട്ടിലായിരുന്നു എന്ന് ജോലി എന്ന് പറയുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഇയാളോട് സംസാരിച്ചതെന്ന് പറയുന്നു. ഇയാളെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഇവർ തമ്മിൽ ഒരു അടിപിടി ഉണ്ടാവുന്നു. അടിപിടി ഉണ്ടായതിനു ശേഷം പുഷ്പലത വീട്ടിനകത്തേക്ക് പോകുന്നു. അത് അടുക്കള ഭാഗത്താണ്. ഈ അടുക്കള വശത്തെ വാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. അടുക്കള ഭാഗത്തു കൂടിയായിരുന്നു പുഷ്പലത അകത്ത് പോയത്. തൊട്ടു പിന്നാലെ തന്നെ ഇയാളും ആ വീടിനകത്ത് പോകുന്നു. അങ്ങനെ മൂക്ക് പൊത്തിപ്പിടിച്ച് ആണ് കൊലപ്പെടുത്തിയത്. എന്നാലും മോഷണമല്ല, ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനമാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതാണ് സംഭവം. എന്തായാലും കാസർഗോഡ് ഈ വിവാദമായ കൊലക്കേസിൽ നിർണായക കണ്ടെത്തലിലേക്ക് എത്തുകയാണ് പോലീസ്. വിവാദമായ കെവിൻ വധക്കേസിൽ മാപ്പുസാക്ഷിയായ യുവാവ് ഷിനുമോനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം പുനലൂർ ജംഗ്ഷനിലെ തോട്ടിലായിരുന്നു മൃതദേഹം കണ്ടത്. സമീപത്തെ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാൾ. പുനലൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നു. മനോജ്, കെവിൻ്റെ വധക്കേസ് കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. എന്താണ് ഈ കേസിൽ സംഭവിച്ചത്? പോലീസിന്റെ നിഗമനം എന്താണ്? ഇത് കേരളത്തിലെ ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു ദുരഭിമാന കൊലയായിരുന്നു കെവിൻ കൊലക്കേസ്. ആ കൊലക്കേസിൽ അകപ്പെട്ട 13ാം പ്രതിയായി പോലീസ് ഉൾപ്പെടുത്തിയിരുന്ന യുവാവിനെയാണ് ഇന്ന് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹം 13ാം പ്രതിയാവുകയും പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിടുകയും ചെയ്തിരുന്നു. പുനലൂർ എസ് എൻ കോളേജ് ജംഗ്ഷനിലുള്ള ഒരു തോട്ടിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ തോടിനോട് ചേർന്നുള്ള ഒരു ഫ്ളാറ്റിലാണ് ഇദ്ദേഹം വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഈ ഫ്ളാറ്റിന് മുകളിലായി അദ്ദേഹത്തിന്റെ ചെരുപ്പ്, മൊബൈൽ ഫോണ്, ഒരു ബിയർ കുപ്പി എന്നിവ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. അവിചാരിതമായി കാലു തെന്നി വീണതാകാം എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനത്തിൽ പോലീസ് ഉള്ളത്. വിദഗ്ധമായ പോലീസ് പരിശോധന നടന്നു വരികയാണ്. നമ്മുടെ വിവാദമായ കെവിൻ കൊലപാതക കേസിലെ 13ാം പ്രതി ആണ് എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മരണം ഏറെ ശ്രദ്ധ ചെയ്യാൻ കാരണവുമായത്. എന്തായാലും അതേ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ആ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. മനോജ്, നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അവിടെ മുങ്ങി മരിക്കുകയൊന്നും സാധ്യമല്ല, കാരണം വെള്ളം കുറവാണ്. അതിന് മുകളിൽ തല പോലും മൂടിക്കിടക്കുന്ന നിലയിലല്ല മൃതദേഹം എന്ന് വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ മുകളിൽ നിന്ന് വീണതാകാമെന്ന നിഗമനത്തിന് ഏറെ സാധ്യതകളുണ്ട് അല്ലേ? അതിലൊരു നമുക്ക് പ്രഥമ ദൃഷ്ടിയ തന്നെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് ആ മൃതദേഹത്തിന്റെ കിടക്കുന്ന അവസ്ഥ. കാരണം ആ ഫ്ളാറ്റിൽ നിന്ന് വീഴുകയാണെങ്കിൽ ആ കെട്ടിടത്തിന് തൊട്ട് ചുവട്ടിൽ തന്നെ വീണം. ആ കെട്ടിടത്തോട് ചേർന്ന് തന്നെ ഒരു മിനിമം ഒരു 5 അടി 10 അടിക്കകത്ത് വ്യത്യാസത്തിലാണ് ഈ മൃതദേഹം ഒരു തോട്ടിൽ കിടക്കുന്നത്. അത് ഒന്നുകിൽ മുകളിൽ നിന്ന് വീഴുമ്പോൾ ഏതെങ്കിലും ഒരു പാരപ്പറ്റിൽ തട്ടി തെറിച്ചു പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നല്ല ശക്തമായി തെള്ളുകയോ ചെയ്യുകയാണെങ്കിൽ വീഴുന്ന നിലയിൽ ആ മൃതദേഹം കിടക്കുന്ന നിലയിലാണ് കണ്ടത്. അത് തന്നെയാണ് അവിടെ ഒരു സംശയം നിലനിൽക്കുന്ന നിലയിലേക്ക് പോലീസിന് തോന്നുകയും അത്തരത്തിലൊരു അന്വേഷണം അവർ നടത്തുകയും ചെയ്തത്. ഈ മുകളിൽ നിന്നുള്ള 3 നില കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള വീഴ്ച ആയതുകൊണ്ട് തന്നെ നിരവധി ക്ഷതങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് വീഴ്ചയിൽ നിന്നുള്ളതാണോ മറ്റേതെങ്കിലും തരത്തിലുള്ളതാണോ എന്നുള്ളത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷമേ പോലീസിന് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാഥമികമായ ഒരു നിഗമനം വീണത് എന്ന നിലയിലേക്ക് പോലീസിനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ മനോജ്, എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം എന്താണ് മരണകാരണമെന്ന് വ്യക്തമാവും. മനോജ്, ഒരു കാര്യം കൂടി, ഈ കേസിൽ ഉൾപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെ പോലീസിന്റെ നിരീക്ഷണം ഇയാളുടെ നീക്കങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കണമല്ലോ. ഈ ഫ്ളാറ്റിൽ എത്ര നാളായി ഇയാൾ താമസിച്ചിരുന്നു, ഒപ്പം ഇയാളുടെ മറ്റ് ഇടപാടുകളൊക്കെ പോലീസിന്റെ അന്വേഷണത്തിലും കടന്നു വരുമല്ലോ അല്ലേ? ഇദ്ദേഹത്തിന്റെ
ഒരു സഹോദരൻ ഈ കേസിൽ തന്നെ ശിക്ഷ അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തെളിവുകളുടെ അഭാവത്തിലാണ് ഇദ്ദേഹത്തിനെ കോടതി വെറുതെ വിട്ടത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഇടപാടുകൾ പോലീസിന്റെ നിയന്ത്രണത്തിൽ ഉള്ളതാണ്. എന്നാലും പോലീസ് മറ്റ് കാര്യങ്ങളൊന്നും ഔദ്യോഗികമായിട്ട് പറയുവാൻ തയ്യാറായിട്ടില്ല. അവര് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പുനലൂർ സിഐയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കെവിൻ മരണക്കേസ്, കൊലപാതക കേസിലെ മാപ്പുസാക്ഷിയായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മരണകാരണം സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്, പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഉയരത്തിൽ നിന്നും താഴേക്ക് വീണ് സംഭവിച്ച ഒരു മരണം എന്ന സൂചനകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇടവേളയാണ് മടങ്ങിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. മലപ്പുറം പൊന്നാനിയിൽ പാർട്ടി ഓഫീസിനകത്ത് ചേരിതിരിഞ്ഞ് തമ്മിത്തല്ലി CPM പ്രവർത്തകർ. എരമംഗലത്തെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. ഓഫീസ് ഉപകരണങ്ങളും പ്രവർത്തകർ അടിച്ചിരുന്നു. ജിഷാദ് ചേരുന്നു. ജിഷാദ്, എന്താണ് ഇത് സംഭവം? സജിത്ത്, ഏറമംഗലം മൂക്കുതലയിൽ ഇന്നലെ ആയിരുന്നു അക്രമ സംഭവം ഉണ്ടായിരുന്നത്. ഇന്നലെ അവിടെ ബന്ധപ്പെട്ട ഒരു ഉത്സവം നടന്നിരുന്നു. പൊന്നാനിയിൽ CPM പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ഇതോടെ ഓഫീസ് ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പൊന്നാനി ഏറമംഗലം CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിനോട് ചേർന്നുള്ള ഡിവൈഎഫ്ഐയുടെ ഓഫീസിലാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. പൊന്നാനിയിൽ നിലനിൽക്കുന്ന വിഭാഗീയതയുടെ തുടർച്ചയാണ് ഈ സംഘർഷം എന്നാണ് സൂചന. എന്നാൽ ഏരമംഗലത്തെ മൂക്കുതാഴത്തില് ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമായതെന്നാണ് CPM വിശദീകരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ 2 ചേരിയിലായി നിന്ന് ഏറ്റുമുട്ടുകയായിരുന്നു. ഓഫീസിലുണ്ടായിരുന്ന മൊബൈൽ, അതുപോലെ തന്നെ ഫ്രീസർ, ബൾബ്, TV ഉൾപ്പെടെയുള്ള കസാരകൾ ഉൾപ്പെടെയുള്ള നിരവധി സാധനങ്ങൾ അടിച്ചു തകർക്കുന്ന സ്ഥിതി ഉണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി പൊന്നാനിയിൽ CPMന്റെ ഉള്ളിൽ വിഭാഗീയത ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സംഘർഷമുണ്ടായതെന്നാണ് വിവരം നൽകുന്നത്. എന്നാൽ ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ അക്രമം നടന്നതെന്നാണ് CPM വിശദീകരിക്കുന്നത്. അതായത് ഈ വെളിയങ്കോട് വന്ന CPM പ്രവർത്തകരാണ് ഈ സംഘർഷം ഉണ്ടാക്കിയതെന്നാണ് ഈ എരമംഗലത്തെ CPM പ്രവർത്തകർ പറയുന്നത്. എന്നാൽ ഈ വെളിയങ്കോട്ടെ CPM പ്രവർത്തകർ ഈ സംഘർഷത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് അവിടുത്തെ വെളിയങ്കോട്ടെ CPM നേതൃത്വം നമ്മെ അറിയിക്കുന്നുണ്ട്. സജിത്ത്, എന്തായാലും CPM പ്രവർത്തകർ തമ്മിത്തല്ലി. സ്ഥലം മലപ്പുറം പൊന്നാനിയിലാണ് ഈ സംഭവം. എരമംഗലത്തെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഓഫീസിന്റെ ഉപകരണങ്ങൾ ഈ തമ്മിത്തല്ലിൽ നശിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പൊന്നാനി CPMന്റെ മലപ്പുറം ജില്ലയിലെ ഒരു ശക്തി മേഖലയാണ് പൊന്നാനി നിയമസഭാ മണ്ഡലം. ആ പൊന്നാനിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിന് പിന്നിൽ എന്താ എന്നത് പാർട്ടി നേതൃത്വം തന്നെ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും CPM പ്രവർത്തകർ മലപ്പുറം പൊന്നാനിയിൽ പാർട്ടി ഓഫീസിനകത്ത് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. ഏറ്റുമുട്ടലുണ്ടായ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഓഫീസ് ഉപകരണങ്ങൾക്കെല്ലാം വ്യാപകമായ കേടുപാട് പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. അതല്ല, പൊന്നാനി നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളുമാണ് കാരണമായതെന്നും മറുവാദവുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടലാണ് അവിടെ ഉണ്ടായത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെയുള്ള വിശദീകരണം അതാണ്. ജിഷാദ് തുടരുന്നുണ്ട്. ജിഷാദ്, പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ, ജില്ലാ നേതൃത്വമോ മറ്റോ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അതായത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഈ 2 ചേരിൽ നിന്ന് വേർതിരിഞ്ഞ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ CPMമായി ബന്ധപ്പെട്ട അതായത് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം എന്തായാലും മലപ്പുറം ജില്ലയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. CPM ഇതിന് മറുപടിയായിട്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അന്നും നമുക്ക് അറിവ് ലഭിച്ചിട്ടില്ല. കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നാണ് നമ്മളോട് പാർട്ടി നേതൃത്വം വിശദീകരിക്കുന്നത്. അതേസമയം വെളിയങ്കോട് CPM ഭാഗത്തുള്ള CPM പ്രവർത്തകരാണ് ഈ സംഘർഷം ഉണ്ടാക്കിയതെന്നാണ് എരമംഗലത്തെ CPM പ്രവർത്തകർ പറയുന്നത്. അതല്ല, ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കമാണെന്ന് മറുവിഭാഗവും പറയുന്നു. എന്തായാലും പാർട്ടിയിൽ നിന്ന് തന്നെ നടപടി ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് സജിത്ത് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും ഏറെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. CPM പോലെ ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിക്കകത്ത് പ്രവർത്തകർ പാർട്ടി ഓഫീസിനകത്ത് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും നേതൃത്വം ഈ വിഷയത്തിൽ വിശദീകരണം നൽകണം. നടപടി ഉണ്ടാകുമോ എന്ന കാര്യവും പറയണം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്ത് വിഷയത്തിലാണ് ഏറ്റുമുട്ടിയത്, അതും പാർട്ടി ഓഫീസിനകത്തേക്ക് ഏറ്റുമുട്ടൽ വന്നതിൻ്റെ സാഹചര്യത്തിലും
നേതൃത്വത്തിൻ്റെ വിശദീകരണം ഉണ്ടാവേണ്ടി വരും. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഒരു പകൽ ദിനത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട്. രാഹുൽ മാങ്കൂട്ടൻ നമുക്കറിയാം അറസ്റ്റിലാണ്. സ്ത്രീ പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ പരാതിയിലാണ് പോലീസിൻ്റെ അറസ്റ്റിലുള്ളത്, കസ്റ്റഡിയിലുള്ളത്. രാഹുലിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണനയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ജാമ്യം കോടതിയിൽ നിന്നും രാഹുലിന് തിരിച്ചടിയാണ് ഉണ്ടായത്. ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ തുടരും. രാഹുലിന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചില്ല. ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിക്കുമെന്നാണ് രാഹുൽ അറിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ഹർജി നൽകാനാണ് നീക്കം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയാണ്. എന്തായാലും രാഹുലിന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുന്നില്ല. ഇനി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കാം എന്നതാണ് സാഹചര്യം. എന്തായാലും ജാമ്യം തേടിയുള്ള രാഹുലിൻ്റെ നീക്കത്തിനുണ്ടാകുന്ന ആദ്യ തിരിച്ചടിയാണിത് എന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഈ കേസ് നിലനിൽക്കില്ല, ഇതിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിൽ വലിയ വീഴ്ച പറ്റിയെന്ന രാഹുലിൻ്റെ അഭിഭാഷകൻ്റെ വാദം പോലും പ്രാഥമികമായി നിലനിന്നില്ല എന്ന് വേണം ഈ ജാമ്യാപേക്ഷ നിരസിക്കപ്പെടുന്നതിലൂടെ സംഭവിക്കുന്ന കോടതിയുടെ വിലയിരുത്തൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഇനി സെഷൻസ് അടക്കമുള്ള തുടർ കോടതികളിലെ നീക്കം നിർണായകമാണ്. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, രാഹുലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഈ കേസിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നീക്കം കൂടിയാണ് സംഭവിക്കുന്നത്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ കേസിൽ രാഹുലിന് മുന്നിൽ കുരുക്ക് മുറുകുകയല്ലേ? തീർച്ചയായിട്ടും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരേണ്ടി വരും. തിങ്കളാഴ്ച വരെയെങ്കിലും ചുരുങ്ങിയത് ജയിലിൽ തുടരേണ്ടി വരും. 2 കേസുകൾ, ആദ്യത്തെ 2 പരാതികളിലും മുൻകൂർ ജാമ്യം നേടിയാണ് രാഹുൽ ജയിലിലേക്ക് പോകുന്നത് ഒഴിവാക്കിയത്. പക്ഷേ ഈ മൂന്നാമത്തെ കേസിൽ വിദേശത്തുള്ള യുവതിയുടെ പരാതി വളരെ കൃത്യമായി ആസൂത്രിതമായി പോലീസ് നീക്കമായിരുന്നു. രാഹുലിന് ഒരു സൂചനയും കൊടുക്കാതെ FIR ഇട്ട് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് രാഹുലിനെ പെട്ടെന്ന് KPM ഹോട്ടലിൽ വന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ്. ഏതാണ്ട് 7 ദിവസം, നാളെ ആകുമ്പോൾ 8 ദിവസമാകും രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ വന്നിട്ട്. ഇതിനിടയിൽ 2 ദിവസം പോലീസിൻ്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വന്ന ശേഷം 8 ദിവസമാകുന്നു. 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ കാര്യമായൊന്നും രാഹുലിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പോലീസിന് കേസിൽ രാഹുലിനെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകളടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. അതിന് കാരണം രാഹുൽ അന്വേഷണത്തോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. ലാപ്ടോപ്പും ഒരു ഫോണും രാഹുലിൽ നിന്ന് പിടിച്ചെടുക്കാനുണ്ട്. അത് നൽകുന്നില്ല. പിടിച്ചെടുത്ത ഫോണിൻ്റെ ലോക്ക് നമ്പർ അടക്കം നൽകാതെ രാഹുൽ അങ്ങനെയും പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ്. നിങ്ങളുടെ ചുമതലയാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. പെൺകുട്ടിയുമായുള്ള സൗഹൃദം മാത്രം തുറന്നു പറയുമ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി നൽകാതെ അന്വേഷണ സംഘവുമായി പൂർണ്ണമായും നിസ്സഹകരിക്കുകയാണ് MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇനിയും ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമൊക്കെ അന്വേഷണ സംഘം വീണ്ടും കോടതിയിൽ ഉന്നയിച്ചേക്കാം. ഏതായാലും ഇന്ന് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. രാഹുലിനെ കസ്റ്റഡി വാങ്ങി ഇനി വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. പാലക്കാട് കൊണ്ടുപോയി തെളിവെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ ജാമ്യം നേടി പുറത്തു വന്നാൽ അത് കേസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കും. രാഹുൽ വലിയ സ്വാധീനമുള്ളയാളാണ്. വലിയ സാമ്പത്തികമായി ഈ ഇടപെടാനൊക്കെ കഴിവുള്ളയാളാണ്. അധികാര തലത്തിലും രാഹുൽ പ്രധാനപ്പെട്ട MLA എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ രീതിയിലുള്ള വലിയ സ്വാധീനമുള്ള ഒരാൾ. അയാൾ പുറത്തു വന്നാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും, ഇരകളെ സ്വാധീനിക്കാം. ഇരകൾ ബലാത്സംഗമെന്ന് അറിഞ്ഞുകൊണ്ടും പിന്നീടും രാഹുലുമായി സംസാരിക്കാനും അടുക്കാനൊക്കെ ശ്രമിച്ചത് അയാളുടെ വാക്കുകൾ വിശ്വസിച്ചാണ്. വീണ്ടും അത്തരം നീക്കങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇരകളെ ഭീഷണിപ്പെടുത്തുന്നത് രാഹുലിനും ഒപ്പമുള്ളവരുടെയും ഒരു ശീലമാണ്. ഈ 3 കേസുകളിലും അതുണ്ടായതാണ്. ഇതിൽ തന്നെ ഏറ്റവും ഒടുവിൽ ഫെനി എന്ന രാഹുൽ ഏറ്റവും അടുത്ത അനുയായി ഈ പരാതിക്കാരി അതിജീവതയെ വലിയ രീതിയിൽ അവരുടെ ഐഡൻറ്റിറ്റി പുറത്തു വരുന്ന രീതിയിൽ അവരുടെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം പുറത്തുവിട്ടുകൊണ്ടുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരുന്നു. രാഹുൽ പുറത്തു വന്നാൽ ഈ സൈബർ അധിക്ഷേപം തുടരും. നേരത്തെ ആദ്യ കേസിലെ പെൺകുട്ടിയുമൊക്കെ അവരുടെ എല്ലാ വിവരങ്ങളും അവരുടെ പശ്ചാത്തലം മുഴുവൻ പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് രാഹുലും ഒപ്പമുള്ളവരും നടത്തിയത്. അത്തരം നീക്കങ്ങൾ ഈ ഇരയ്ക്കെതിരെ ഉണ്ടാകാം. ഇനിയും ഇരകൾ രാഹുലിൻ്റെ പരാതിയുമായി പുറത്തു വരുമെന്ന സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിച്ചാൽ അത് അത്തരം കേസുകളെ കൂടി ബാധിച്ചേക്കാമെന്നൊരു ആശങ്കയും പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരുപക്ഷെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കണം. രാഹുലിൻ്റെ വാദം രാഷ്ട്രീയമാണ്, വിവാഹിതയെന്ന് അറിയാതെയുള്ള ബന്ധമായിരുന്നു, അതറിഞ്ഞപ്പോൾ പിന്മാറി, താനാണ് ചതിക്കപ്പെട്ടത്, ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായി തുടങ്ങിയ വാദങ്ങളൊന്നും ഈ ഘട്ടത്തിൽ കോടതി ഏതായാലും അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ഇനി മേൽക്കോടതികളാണ് രാഹുലിൻ്റെ ആശ്രയം. തിങ്കളാഴ്ച സെഷൻസ് കോടതി ജാമ്യാപേക്ഷ നൽകും.
അവിടെയും പ്രോസിക്യൂഷൻ സമാനമായ ആരോപണങ്ങൾ തന്നെ ഉന്നയിക്കും. രാഹുലിനെതിരെ ഇനിയും ഇരകൾ പുറത്തു വരാനുണ്ട്, ഇനിയും തെളിവുകൾ വരാനുണ്ട്. രാഹുൽ ജയിലിൽ തുടർന്നില്ലെങ്കിൽ പുറത്ത് ഇറങ്ങിയാൽ നിയമസഭാ സമ്മേളനമൊക്കെ ആരംഭിക്കാൻ പോകുന്നു. സ്വാഭാവികമായും MLA എന്ന അധികാരമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുമെന്ന വാദമാണ് പ്രോസിക്യൂഷൻ ഇതുവരെ മുന്നോട്ട് വച്ചത്. മേൽക്കോടതികളിലും സമാനമായ ആരോപണം, അയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ്, സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് എന്ന വാദമൊക്കെ നേരത്തെ FIR-ലടക്കം ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ തന്നെ പ്രോസിക്യൂഷൻ ഇനിയും മുന്നോട്ട് വയ്ക്കും. ഏതായാലും രാഹുലിന് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. രാഹുൽ തിങ്കളാഴ്ച വരെയെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരും. സജിത്ത്, അരുണ്, ഒരു കാര്യം കൂടി അരുൺ, അതായത് സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഒരു MLA പോലും നേരിടാത്ത അത്ര രൂക്ഷമായ, കേരള ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ആക്ഷേപം നേരിടുന്ന ഒരു MLA വേറെ ഉണ്ടാവില്ല. കാരണം ആ കേസിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ആദ്യ 2 കേസുകൾ കൂടി പെൻഡിങ് ആണല്ലോ. ഇപ്പോൾ 3ാമത്തെ കേസിൽ മാത്രമാണ് ഈ നടപടി. അപ്പോൾ ഇപ്പോഴത്തെ ഈ നടപടികൾ, 3ാം കേസിൻ്റെ കോടതി നടപടികളും ജാമ്യം നിഷേധിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ആദ്യ 2 കേസുകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? 21-നോ മറ്റോ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുക. തീർച്ചയായിട്ടും സ്വാഭാവികമായും അതിനുണ്ടാകാൻ സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ആദ്യ കേസ് വരുമ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണമെന്ന് പറഞ്ഞ് രാഹുലിനെ വളരെ വേഗത്തിൽ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. 2ാമത്തെ കേസ് വരുമ്പോൾ അതേ ആരോപണം രാഹുൽ ഉന്നയിച്ചു. കീഴ്ക്കോടതി ജാമ്യാപേക്ഷ തള്ളി, മേൽക്കോടതി രാഹുലിനെ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം, ഇടക്കാല സംരക്ഷണം കിട്ടി. അത് തന്നെയാണ് രാഹുൽ ഇപ്പോഴും തുടരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കേസ് വീണ്ടും കോടതിയിലേക്ക് വരുമ്പോൾ ഒരു കേസ് കൂടി രാഹുലിൻ്റെ പേരിൽ വന്നിരിക്കുന്നു. അത് വളരെ കൃത്യമായ തെളിവുകളുള്ള കേസാണ്. ഈ രാഷ്ട്രീയ ആരോപണമെന്ന വാദമൊക്കെ തള്ളിക്കൊണ്ട് 2 തവണ കോടതി ജാമ്യം നിഷേധിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മറ്റു കേസുകളിലേക്ക് കൂടി പരിഗണനയ്ക്ക് വരും. ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ്, സ്ഥിരം കുറ്റവാളിയാണ്, സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണെന്ന വാദം കുറച്ചുകൂടി വിലപ്പെടുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇനിയും രാഹുലിനെതിരെ തെളിവുകൾ വന്നേക്കാം. ഇരകളെ അധിക്ഷേപിക്കുക, അതിജീവിതകളെ വേട്ടയാടി അവരുടെ ആത്മവിശ്വാസം തകർക്കുക, അവരുടെ ഐഡൻറ്റിറ്റി പുറത്തു പറയും, അവരുടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ പുറത്തു വിടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരകളെ അങ്ങനെ ഭീഷണിപ്പെടുന്ന ഒരു ശൈലി രാഹുലിനുണ്ട്. അത് രാഹുലിൻ്റെ ഓഡിയോ സന്ദേശങ്ങളിലായാലും വാട്സാപ്പ് ചാറ്റുകളിലൊക്കെ ആയാലും നമ്മൾ കേട്ടതാണ്. അത്തരം കാര്യങ്ങൾ കൂടി കോടതി ഒരുപക്ഷെ പരിഗണിച്ചേക്കാം. അങ്ങനെ വന്നാൽ രാഹുലിന് കൂടുതൽ കുരുക്ക് മുറുകും. ഇപ്പോൾ ജാമ്യത്തിൽ നിന്ന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണമുള്ള 2 കേസുകൾ ഇതുവരെയും രാഹുലിനെ ആ കേസിൽ ചോദ്യം ചെയ്തിട്ടില്ല. അതിൽ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് രാഹുലിനെ ആ കേസുകളിലും ജാമ്യം നിഷേധിക്കണമെന്ന കോടതിയോട് ആവശ്യപ്പെട്ടാൽ അത് കോടതി അംഗീകരിച്ചാൽ തീർച്ചയായിട്ടും രാഹുലിന് വീണ്ടും വലിയ തിരിച്ചടിയാകും. നിയമസഭാ സമ്മേളനം പങ്കെടുക്കാൻ കഴിയാതെ അയാൾ പുറത്തു നിൽക്കേണ്ടി വരും. ഏതായാലും വളരെ നിർണായകമാണ്. ഇനിയുള്ള ആഴ്ച 20-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു. 20-ാം തീയതിക്ക് തിങ്കളാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നു. 21-ന് ഹൈക്കോടതി നേരത്തെയുള്ള കേസുകളുടെ പരിഗണനയിലേക്കും പോകുന്നു. അങ്ങനെ വരുമ്പോൾ രാഹുലിന് വളരെ നിർണായകമായ ഒരു ആഴ്ചയാണ് വരാൻ പോകുന്നത്. കേരള രാഷ്ട്രീയത്തിലും ഇതുപോലൊരു MLA ഇത്തരത്തിൽ തുടർച്ചയായ ലൈംഗിക പീഡന പരാതികൾ MLA-മാർക്കെതിരെ പലർക്കെതിരെയും ഇപ്പോഴത്തെ 2 നിയമസഭയിലുള്ള MLA-മാർക്കുൾപ്പെടെ ലൈംഗിക പീഡന പരാതികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ തരത്തിൽ, ഈ വിധത്തിൽ തുടർച്ചയായ പരാതികൾ, ഒന്നിലേറെ പരാതികളുടെ പരമ്പര, സ്പീക്കർ തന്നെ പറഞ്ഞതുപോലെ പരാതികളുടെ പരമ്പര തന്നെ ഉണ്ടായ ഒരു MLA സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്തരമൊരു നാണക്കേട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിൻ്റെ യുവ MLA പേറുന്നത്. അരുണ്, അവസാനമായി ഒരു കാര്യം കൂടി, ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിൻ്റെ പങ്കാളിത്തം എന്തായാലും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. എങ്ങനെയെങ്കിൽ രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നടപടിക്ക് ഒരു തുടക്കമിടാനുള്ള സാധ്യതയുണ്ടോ? കാരണം സ്പീക്കറും അതിന് ഏറെക്കുറെ ആ നിലപാടെടുത്തു കഴിഞ്ഞു, പരാതികളിൽ ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആ നീക്കങ്ങൾ ഈ സഭാ സമ്മേളനത്തിൽ ഉണ്ടായേക്കുമോ? തീർച്ചയായിട്ടും സ്വാഭാവികമായ നടപടി ഉണ്ടാകും. അതുകൊണ്ടാണ് CPM-ന്റെ നിയമസഭാ കക്ഷിയുടെ തീരുമാനപ്രകാരം DK മുരളി, വാമനപുരം MLA DK മുരളി സ്പീക്കർക്ക് രാഹുലിനെതിരെ പരാതി നൽകിയത്, രാഹുൽ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. അത് ആദ്യം ചെയ്യേണ്ടത് സഭയിൽ അത് ഉന്നയിക്കുക എന്നുള്ളതാണ്. അതിനുള്ള അനുമതി സ്പീക്കർ നൽകും. സ്വാഭാവികമായും ആദ്യ ദിവസം 20-ാം തീയതി അത് സഭ ചേരുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ്. 21 റഫറൻസാണ്. ഈ സഭാ സമ്മേളന കാലയളവിനിടെ മരിച്ചുപോയ മുൻ MLA-മാർക്കുള്ള ഉപചാരമാണ്. ആ ഉപചാരം കഴിയുമ്പോൾ ആ ദിവസവും അങ്ങനെ പോകും. അടുത്ത ദിവസങ്ങളിൽ സ്വാഭാവികമായും നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയവും അതിന് ചർച്ചകളിലേക്ക് പോകും. ആ ദിവസങ്ങളിലൊന്നിൽ രാഹുലിനെതിരെയുള്ള ഈ ഒരു നോട്ടീസ് സഭ പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. DK മുരളിയുടെ ആവശ്യം സഭയിൽ ഉന്നയിക്കണം. സഭയിൽ ഉന്നയിച്ച് ഇത്തരത്തിലൊരു MLA-ക്കെതിരെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടാൻ തക്ക കുറ്റം നടന്നിട്ടുണ്ട്. അയാൾ MLA തുടരുന്നത് സഭയ്ക്ക് തന്നെ അപമാനകരമാണ്. അയാളുടെ പെരുമാറ്റ ദൂഷ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വാഭാവികമായും എത്തിക്സ് കമ്മിറ്റിക്ക് വിടണമെന്ന ഒരു അപേക്ഷ, ഒരു സബ്മിഷൻ അവിടെ DK മുരളിക്ക് അവതരിപ്പിക്കാൻ സ്പീക്കർ അനുമതി നൽകും. അതിനെ തുടർന്ന് കമ്മിറ്റിക്ക് വിടാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷേ ഈ സഭാ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന വലിയ ഹീറോ പരിവേഷം നൽകി അവതരിപ്പിച്ച MLA അയോഗ്യനാക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിയമസഭ സാക്ഷിയായേക്കാം. അങ്ങനെയെങ്കിൽ അത് കേരള നിയമസഭയുടെ നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ, നിരവധി നിയമനിർമ്മാണങ്ങൾക്ക്, നിരവധി രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ വേദിയായ കേരള നിയമസഭ മറ്റൊരു അപൂർവതയ്ക്ക് കൂടി സാക്ഷ്യം വഹിക്കും. അത് ചരിത്രത്തിലാദ്യമായി ഒരു MLA നിയമസഭ അയോഗ്യനാക്കുന്നു എന്നുള്ള ആ ഒരു ചരിത്രത്തിലേക്കാകാം ഒരുപക്ഷേ ഈ വരാൻ 20-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനം കടന്നു പോകാനിരിക്കുന്നത്. യെസ്, എന്തായാലും അരുൺ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇതുപോലെ ഒരു ആക്ഷേപം നേരിട്ട് MLA വേറെയില്ല.
ആക്ഷേപം സ്വന്തം പാർട്ടി തന്നെ കൈവിട്ടെങ്കിൽ കൂടിയും ചെറുത്തു നിൽക്കാൻ പോരാടാൻ ഉള്ള ശ്രമത്തിലാണ് രാഹുൽ ശ്രമിക്കുന്നത്. പക്ഷേ നേരിടാനുള്ളുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ഇനിയും കേസുകൾ മുന്നിലുണ്ട്. അതിൻ്റെ നിയമ നടപടികൾ. ഒരുപുറം നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെടുക എന്ന ചരിത്രം പേറേണ്ടി വരുന്ന ഗതികേട് കൂടി രാഹുലിന് മുന്നിൽ കാത്തിരിക്കുകയാണ്. ആ നടപടിക്രമങ്ങൾക്ക് വരാനിരിക്കുന്ന സഭാ സമ്മേളനത്തിൽ തുടക്കമാവാൻ സാധ്യതയുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിന്റെ തുടർ നടപടികൾക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചതിൽ പ്രതികരണവുമായി സിസ്റ്റർ റാണിറ്റ്. ആവശ്യം അംഗീകരിച്ചതിൽ നന്ദിയെന്നാണ് സിസ്റ്റർ റാണിറ്റിന്റെ പ്രതികരണം. സർക്കാരിനും മുഖ്യമന്ത്രിക്കും പൊതുസമൂഹത്തിനും നന്ദി. ആവശ്യപ്പെട്ട ആളെ തന്നെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചതെന്നും സിസ്റ്റർ വ്യക്തമാക്കി. ഞങ്ങളുടെ കേസിൻ്റെ തുടർ നടപടികൾക്കായിട്ട് ഞാനൊരു പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നൽകിയതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ നൽകി. സർക്കാരിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. മുഖ്യമന്ത്രിയോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഓരോ മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇതറിഞ്ഞ് ഒത്തിരി സമൂഹത്തിൽ ഒത്തിരി നല്ല മനുഷ്യർ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒപ്പുശേഖരണം നടത്തുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഒന്ന് സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഓരോ പൊതുസമൂഹത്തിനോടും ഞാൻ നന്ദി പറയുന്നു. മുൻ നിയമ സെക്രട്ടറി അഡ്വക്കേറ്റ് BG ഹരീന്ദ്രനാഥിനെയാണ് കേസിൽ പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ മുഖ്യമന്ത്രി ഇന്നലെ നിർദ്ദേശം നൽകിയത്. എന്തായാലും ഈ കേസിൽ നിർണായകമാണ്. കേരളത്തിൻ്റെ അതിജീവിതകളുടെ ചരിത്രത്തിൽ വലിയ പോരാട്ടം നടത്തിയ വ്യക്തി കൂടിയാണ് സിസ്റ്റർ റാണിറ്റ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നിലപാടെടുത്ത വ്യക്തി കൂടിയാണ് സിസ്റ്റർ റാണിറ്റ് എന്ന പ്രത്യേകതയുമുണ്ട്. കാരണം കത്തോലിക്ക സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് വലിയ പോരാട്ടം നടത്തി ഗതികേടിന് ഒടുവിൽ അവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടി വരുന്നു. അങ്ങനെ ഉള്ള നിരവധി സങ്കീർണ വഴികളിലൂടെ യാത്ര ചെയ്ത ആളാണ്. കുടുംബത്തിനെതിരെയും വ്യക്തിപരമായും ഒക്കെ നിരവധി അധിക്ഷേപങ്ങളെ നേരിട്ടുകൊണ്ട് ഒരു കത്തോലിക്ക സഭയുടെ സന്യാസിനി എന്ന ചുമതലയിൽ നിന്നുകൊണ്ട് അതിനകത്തിരുന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ പോരാട്ടമാണ്. സിസ്റ്റർ റാണിറ്റിന് നീതി നൽകുന്നില്ല. സർക്കാരൊക്കെ ആദ്യം പിന്തുണയുണ്ട് എന്ന് പറഞ്ഞാലും പിന്നീട് അവർക്ക് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്ന ആക്ഷേപം ഉയർന്നതാണ്. ഒടുവിൽ അത് മാധ്യമങ്ങളോടടക്കം തൻ്റെ പരാതി തുറന്നു പറയുന്ന ഘട്ടത്തിൽ സർക്കാർ വേഗത്തിൽ ഇടപെടുകയാണ്. അങ്ങനെ അവരാവശ്യപ്പെട്ട അഡ്വക്കേറ്റ് BG ഹരീന്ദ്രനാഥിനെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നു. അങ്ങനെ അതിജീവിതകളുടെ ആവശ്യം അവർ ചൂണ്ടിക്കാണിക്കുന്ന അഭിഭാഷകരെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കുകയാണ് സാധാരണ സർക്കാരിൻ്റെ പതിവ്. ഇതിലും സംഭവിച്ചു അതാണ്. മുമ്പ് നടിയെ ആക്രമിച്ച കേസിലും അതിജീവിത ഉയർത്തിക്കാട്ടിയ അഭിഭാഷകയെ തന്നെയാണ് നേരത്തെയും നിയോഗിക്കപ്പെട്ടിരുന്നത്. ഇതിന് സമാനമായി തന്നെയാണ് ഇവിടെയും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും സിസ്റ്റർ റാണിറ്റിൻ്റെ പ്രതികരണമാണ്. സമൂഹത്തിനും സർക്കാരിനും നന്ദി പറയുന്നു റാണിറ്റ്. എന്തായാലും അവരുടെ നിർണായകമായ നീക്കങ്ങളാണ് ഇനി മുന്നിലുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ VSSയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഇന്നലെ സീൽ ചെയ്ത കവറിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരുന്നു. തിങ്കളാഴ്ച ഈ റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. 15 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ശബരിമലയിൽ ഇപ്പോഴുള്ളത് പഴയ സ്വർണ്ണപ്പാളികൾ തന്നെയാണോ എന്നതിൽ വ്യക്തത വരുത്താനും ഈ അന്വേഷണ റിപ്പോർട്ട് നിർണായകമാണ്. പാളികളുടെ കാലപ്പഴക്കവും അതിലെ സ്വർണത്തിൻ്റെ അളവുമാണ് ശാസ്ത്രീയമായി പരിശോധിച്ചത്. സാരംഗ് സുധാകരൻ ചേരുകയാണ്. സാരംഗ്, വളരെ പ്രത്യേകതകളുള്ള റിപ്പോർട്ടുകളാണ് കോടതിക്ക് മുന്നിലുള്ളത്. കാരണം ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ട സ്വർണം എത്ര അളവിൽ എത്രത്തോളം എന്നത് നിലവിലൊരു ആകത്തുകയിലുള്ള കണക്കെടുപ്പാണ്. നമ്മുടെ അന്വേഷണ ഏജൻസികൾ തിട്ടപ്പെടുത്തിയ ഒരു കണക്കാണ് പുറത്തു വരുന്നത്. പക്ഷേ അതുപോലല്ലോ, ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ കൃത്യമായ കണക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിയിക്കപ്പെടുന്നത് എന്തൊക്കെ വിഷയങ്ങളിൽ ആണ് വ്യക്തത വരുത്താൻ പോകുന്നത്? ഒപ്പം ഇത് കേസിൻ്റെ തുടർഭാവിയെ, ഈ അന്വേഷണത്തെ എങ്ങനെ സ്വാധീനിക്കും? സാറേ,
സജിത്ത്, തീർച്ചയായും തുടക്കം തൊട്ട് തന്നെ ഉണ്ടായിരുന്നൊരു വിഷയമായിരുന്നു ശബരിമലയിൽ നിന്നും എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു കൃത്യതയില്ലാത്തത്. നിലവിൽ നിലനിൽക്കുന്നത് മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളും ഒപ്പം ആരോപണങ്ങളും മാത്രമാണ്. ഇതിൻ്റെ കൃത്യമായ രേഖകളിൽ സ്വർണം നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രേഖകൾ കൃത്യമായി ഉണ്ടെങ്കിൽ പോലും അതിലെ തിരിമറികൾ എത്രത്തോളം ഉണ്ടെന്നടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീട് ഒരു വിശദീകരണം പിന്നീട് വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശബരിമലയിലെ സ്വർണം എത്ര നഷ്ടപ്പെട്ടു എന്നത് കൃത്യമായി ശാസ്ത്രീയമായി തെളിയിക്കേണ്ടത് അന്വേഷണത്തിന് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ഈ കോടതിയിൽ കേസ് വിചാരണയ്ക്ക് വരുന്ന സമയത്ത് ഈ തൊണ്ടി മുതൽ കോടതിയിലേക്ക് എത്തിക്കുക, അതിനൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് എത്ര സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടു, അത് എത്രത്തോളം കണ്ടെത്താൻ കഴിഞ്ഞു, അത് ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് കൈമാറിപ്പോയി, അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് അടക്കം എത്തിയോ എന്നടക്കമുള്ള പല ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കേസിൻ്റെ മുന്നോട്ടുള്ള ഭാവിക്കടക്കം വളരെ നിർണായകമായിട്ടുള്ള ചോദ്യങ്ങളുമാണ്. അത്തരമുള്ള ചോദ്യങ്ങൾക്ക് അടക്കം ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കോടതിയുടെ അനുമതിയോടുകൂടി തിരുവനന്തപുരത്തെ VSSC വെച്ച് ഈ ശാസ്ത്രീയ പരിശോധന നടത്തുകയും ആ പരിശോധന അടിസ്ഥാനത്തിലുള്ള ഫലം അത് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള മറ്റ് അന്വേഷണവും മറ്റും നടക്കുക. മാത്രമല്ല ഈ ഒരു പാളിയിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്തതിന് ശേഷം ഉണ്ടായ ഒരു കൊള്ളയാണോ, അല്ലെങ്കിൽ ഈ ഒരു ശബരിമലയിൽ നിന്നും ഈ പാളി ഇവിടെ നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു, ആ യാത്രയ്ക്കിടയിൽ അല്ലെങ്കിൽ ആ ഒരു സ്വർണ്ണപ്പാളി മൊത്തമായി മാറ്റിയിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അന്വേഷണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു നമ്മൾ കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഈ ഒരു ശബരിമലയിൽ നിന്നും നഷ്ടപ്പെടാനുള്ള സാഹചര്യം കൂടി അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടി വരും. അതിനൊപ്പം തന്നെ ഈ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒരു സാധ്യത കൂടെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ഒരു വലിയ അളവിലുള്ള സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് അടക്കം എത്തിയിട്ടുണ്ട് എങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ സാധ്യത ഹൈക്കോടതി അടക്കം പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫലം വളരെ നിർണായകമാണ്. എത്ര അളവിലുള്ള സ്വർണം നഷ്ടപ്പെട്ടു, അത് ഏത് രീതിയിൽ വേർതിരിച്ചെടുത്തു, അത് ആരുടെയൊക്കെ കൈകളിലേക്ക് എത്തി, ആ ഒരു ചോദ്യം നിലനിൽക്കുന്നു. അതിനൊപ്പം തന്നെ ഇതിന് പിന്നാമ്പുറത്ത് നിന്നവർ, ഗൂഢാലോചനയിൽ പങ്കാളികളായ ആൾക്കാർ ആരൊക്കെ, ഇപ്പോൾ ദേവസ്വം ബോർഡുമായി നേരിട്ട് ബന്ധപ്പെട്ട സ്പോൺസർമാരും ഒപ്പം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റ് അടക്കമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള കൃത്യമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഇത് ഏതൊക്കെ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ടെന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ശാസ്ത്രീയ അടിത്തറയോട് കൂടിയുള്ള ഒരു പിൻബലത്തോടെ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സജിത്, സാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ആ കണ്ടെത്തൽ. കാരണം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ശാസ്ത്രീയ വിലയിരുത്തലും കൃത്യമായ കണക്കുമാണ് കോടതിക്ക് മുന്നിൽ വരാൻ പോകുന്നത്. ഒരു കാര്യം കൂടി, തിങ്കളാഴ്ച ഈ SITയുടെ റിപ്പോർട്ട് കോടതിയുടെ മുന്നിൽ വന്നേക്കാം. ഇടക്കാല റിപ്പോർട്ടുകൾ പല കാലയളങ്ങളിലായി കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണല്ലോ. അപ്പോൾ ഈ ഇടക്കാല റിപ്പോർട്ടിൽ ഇതിൻ്റെ കണ്ടെത്തലുകൾ എന്തായാലും പരാമർശിക്കപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ തുടർ നീക്കങ്ങളുടെ ഒരു പ്രഖ്യാപനം അതല്ലെങ്കിൽ നിർദ്ദേശം കോടതിയിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതയില്ലേ? ഉദാഹരണമായി ഈ പഴയ പാളിയല്ല സ്ഥാപിച്ചത് എന്ന് കണ്ടെത്തൽ ഉണ്ടായെങ്കിൽ പുരാവസ്തു മാഫിയ പോലെയുള്ള ആദ്യമുയർന്ന ആക്ഷേപത്തിലേക്ക് ഒരുപക്ഷെ അന്വേഷണം അതിലൂടെ കടന്നു പോകാനുള്ള സാധ്യത ഏറെയില്ലേ? തീർച്ചയായും സജിത്, കാരണം ഈ ഒരു അന്വേഷണ സംഘത്തിൻ്റെ മെല്ലെപ്പോക്ക് ഹൈക്കോടതി കഴിഞ്ഞ 2 തവണയായി വിമർശിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് മുൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ ശങ്കർദാസിലേക്കും ഒപ്പം വിജയകുമാറിലേക്കും എത്തിയത്. ശങ്കർദാസിലേക്ക് എത്താൻ തന്നെ ഹൈക്കോടതിയുടെ 2ാമത്തെ പരാമർശം വരേണ്ടി വന്നു. അതായത് കർശനമായിട്ടുള്ള വിമർശനം വന്നതിന് ശേഷമാണ് ഈ ഒരു ശങ്കർദാസിലേക്ക് അടക്കം അന്വേഷണം എത്തുകയും അറസ്റ്റിലേക്ക് അടക്കം കടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ കൃത്യമായി ധരിപ്പിക്കുക, ഹൈക്കോടതിയുടെ വിശ്വാസം നിലനിർത്തുക, ഈ 2 കാര്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള നിർണായകമായിട്ടുള്ള കാര്യം. കാരണം പൂർണ്ണമായും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നത് ഹൈക്കോടതിയെ ധരിപ്പിക്കേണ്ട ഒരു ആവശ്യകത പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതേപോലെ തന്നെ 2 മുൻ ദേവസ്വം മെമ്പർമാരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. ഈ ഒരു ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ വിവരങ്ങളടക്കം കോടതിയെ ധരിപ്പിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷണം കൃത്യമായ ദിശയിൽ കൃത്യമായ വേഗതയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കോടതിയെ ധരിപ്പിച്ചുകൊണ്ട് കൂടുതൽ സമയവും, അതായത് ഇതിൻ്റെ ഗൂഢാലോചനയുടെ ചിത്രങ്ങളിലേക്കും ഈ സ്വർണം എവിടെയൊക്കെ പോയി ഈ ഒരു തൊണ്ടിമുതൽ കണ്ടെത്തുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഹൈക്കോടതിയുടെ ഒരു വിശ്വാസ്യത നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു തുടർ നീക്കങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ഇനി തിങ്കളാഴ്ച ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഈ ഒരു പാളി അത് മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പുകളുടെ പല ഭാഗങ്ങൾ, അതായത് പല വിമർശനങ്ങളും പല ആരോപണങ്ങളും ഒപ്പം വെളിപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു. അതെല്ലാം ശരിവെച്ചുകൊണ്ട് പിന്നീട് വീണ്ടും ഒരു അന്വേഷണത്തിലേക്ക് കടക്കേണ്ടി വരും. അതിനൊപ്പം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒരു സാധ്യത അടക്കം തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കേരളത്തിനകത്ത് നിൽക്കുന്ന ഒരു കാര്യം മാത്രമായിരിക്കില്ല പിന്നീട് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ട് വരിക. അതടക്കം ഹൈക്കോടതി തിങ്കളാഴ്ച വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. സജിത്ത്, അതാണ് സാറിന് സൂചിപ്പിച്ചതാണ് പ്രധാന ഘടകം. കാരണം
SITയുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഈ VSSCയുടെ റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങളുണ്ടെങ്കിൽ അത് CBI പോലെയുള്ള ഏജൻസികൾ ഇതിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഒരു പക്ഷേ കോടതി തന്നെ നേരിട്ട് ആ നിർദ്ദേശം കൈമാറാനുള്ള സാധ്യതയും ചെറുതല്ല. ഒരു വാർത്ത കൂടി നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുന്നത്തുകാലിൽ നീന്തൽക്കുളത്തിൽ വീണു 12-കാരന് ദാരുണാന്ത്യം. മലയൻകാവ് ഷമീന ഷാജി ദമ്പതികളുടെ മകൻ നിയാസാണ് മരിച്ചത്. ഒരു 10:30 ഒരു കൊച്ചുകുട്ടിയുടെ ഇവിടെ ആമ്പൽ പറിക്കാനായിട്ട് വന്നതാണ്. കുളത്തിൽ വന്നിട്ട് അവനും അവൻ്റെ സഹോദരനും ഒരു കൂട്ടുകാരനും കൂടി വന്ന് ഇവിടെ കുളത്തിൽ വന്ന് ഇറങ്ങി അവിടെ വീണു അങ്ങനെ മുങ്ങിക്കടന്നിട്ട് ഒരു 20 മിനിറ്റോളം വെള്ളത്തിലായിരുന്നു. അങ്ങനെ പിന്നെയാണ് ഇവിടെ അടുത്ത് കളിക്കാൻ വന്നിട്ട് കാര്യം പറഞ്ഞ് അങ്ങനെയാണ് രണ്ടാമത് ആൾക്കാർ വന്ന് കൊച്ചിനെ ഇവിടെ എടുത്തപ്പോഴത്തേക്ക് ഏതാണ്ട് കൊച്ചിൻ്റെ ജീവൻ്റെ കാര്യത്തിൽ പ്രശ്നമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തിന് മുന്നേ ഉദ്ഘാടനം ചെയ്ത കുളമായിരുന്നു. ആ കുളം ഉദ്ഘാടനം, അതുപോലെ നമ്മുടെ ഒരു ടർഫിൻ്റെ ഉദ്ഘാടനം 1,20,00,000 പ്രൊജക്റ്റായിരുന്നു. ഇതിനകത്ത് ശരിക്കും ഒരു സേഫ്റ്റി മെഷേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവൻ ഒരു കറണ്ട് പോലും ഇല്ല ഇതിനകത്ത്. കറണ്ടില്ല, പ്രോപ്പറായിട്ട് വരാനായിട്ട് ഒരു വണ്ടി കൊണ്ടുവരാനുള്ള വഴി പോലും ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. നീന്തൽ കുളമായിട്ടാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. മൊത്തം പായലും കയറി എല്ലാ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒരു ടയർ ട്യൂബ് പോലും ഉള്ളൂ പിള്ളേർക്ക് ഇതിനകത്ത് നീന്തി പഠിക്കാനായിട്ടും. പിന്നെ അതുപോലെ കെയർ ടേക്കറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ. ആ ഒരു അവസ്ഥയിലാണ് ഇത് കിടക്കുന്നത്. ഇതാണ് സാഹചര്യം. എന്തായാലും ഒരു ചെറു കുട്ടിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അരുൺ മോഹൻ ചേരുന്നു. അരുൺ മോഹൻ, ആ മേഖലയിൽ നിരവധി കുളങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ. ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? അബദ്ധത്തിൽ കാലുവഴുതി വീണതാണോ, അതല്ല നീന്തലറിയാവുന്ന കുട്ടി ഈ പായൽ കുടുങ്ങി മുങ്ങിപ്പോയതാണോ? എന്താണ് സംഭവിച്ചത്? അത് വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് ഈ വിഷയം. കാരണം ഈ 3 മാസത്തിന് മുമ്പാണ് കുന്നത്തേൽ ഗ്രാമപഞ്ചായത്തിലെ ചെറിയുള്ള വാർഡിൽ 1,20,00,000 രൂപയോളം ചെലവഴിച്ച് അവിടെയുള്ള ഒരു കുളം നവീകരിച്ചുകൊണ്ട് ഒരു നീന്തൽ കുളവും ഒപ്പം ഒരു ടർഫും അവിടെ നിർമ്മിക്കുന്നത്. ആ സമയത്ത് തന്നെ അവിടെ ഈ നിർമ്മാണ സമയത്ത് തന്നെ പറയുന്നു കുളത്തിലുള്ള പാറക്കെട്ടുകൾ നീക്കം ചെയ്യണമെന്നും ചെളി നീക്കം ചെയ്യണമെന്നൊക്കെ നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അന്ന് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ധൃതിയിൽ കാര്യങ്ങൾ തീർക്കുകയായിരുന്നു എന്നതായിരുന്നു നാട്ടുകാരുടെ ആരോപണം. ഈ പറയുന്ന അതിനെ തുടർന്ന് അവിടെ ഈ പായൽ ഒരു നീന്തൽക്കുളത്തിൽ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പായലും ഈ പറയുന്ന ആമ്പൽ തുടങ്ങിയവ വരുമ്പോൾ സ്വാഭാവിക വെള്ളത്തിന്റെ ശുദ്ധി നമുക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. അവിടെ പായൽ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ പല കുട്ടികൾ ഈ പറയുന്ന ഉണ്ടൻകോട് സ്കൂൾ ഉൾപ്പെടെയുള്ള ഇപ്പോൾ മരിച്ച ഈ മകൻ 12 വയസ്സുള്ള ഈ കുട്ടി ഉണ്ടൻകോട് സ്കൂളിലെ 7ാം ക്ലാസ്സുകാരനാണ്. 13 വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത്. ഈ കുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തുന്നത് സ്ഥിരം ഇവിടെ എത്തുന്ന ഒരു സ്ഥലമാണ്. അവധി ദിവസങ്ങളിൽ ചെലവഴിക്കാൻ എത്തുന്നത് ഒക്കെയും എത്തുന്ന സംഭവമാണ്. അങ്ങനെയൊക്കെയാണ് ഇന്ന് ഈ പറയുന്ന ഉണ്ടൻകോട് മലയങ്കാവ് സ്വദേശിയായ ഷാഹിന ദമ്പതിയുടെ മകൻ നിയാസ് എന്ന 13-കാരനും ഇദ്ദേഹത്തിന്റെ സഹോദരനും ഒപ്പം മറ്റൊരു സുഹൃത്തുമായി ഇവിടെ എത്തുന്നത്. ഇവർ കുളിച്ചതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ആമ്പൽ പറിക്കുന്നതിന് ഇടയിലായിരുന്നു ഇത് അപകടത്തിൽപ്പെടുന്നത്. തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന സഹോദരനും ഒപ്പം അബി എന്ന് പറയുന്ന സുഹൃത്തും വളരെ ദുർഘടം പിടിച്ച ഒരു വഴിയാണ്. റോഡിലെത്തിയാൽ മാത്രമേ നാട്ടുകാരെ വിളിക്കാൻ കഴിയൂ. അവരെ വിളിച്ചു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടുകൂടി കുട്ടിയെ പുറത്തെടുത്തെങ്കിലും അബോധാവസ്ഥയിലായിരുന്നു. തുടർന്ന് കാരക്കുളം മെഡിക്കൽ കോളേജ് എത്തിച്ചായിരുന്നു മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നമുക്ക് ഇതിന്റെ കൂടെ വായിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായി 3 കുട്ടികൾ ഇവിടെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് നാട്ടുകാർ അവിടെ പരിസരത്ത് അവിടെ ഈ ഒരു വയലേല പ്രദേശമാണ്. അവിടെ ജോലിയിൽ നിന്നതുകൊണ്ട് സമയോചിതമായി ഇടപെട്ടതിന് കൊണ്ട് 2 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇതിനോട് പറയേണ്ടത്. വളരെ ഗൗരവമായ വിഷയമാണ്. എന്തായാലും ഇന്ന് കുന്നത്തേൽ ഗ്രാമപഞ്ചായത്തിലുള്ള അധികൃതർക്ക് താൽക്കാലികമായി ഇപ്പോൾ ഈ പറയുന്ന സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ളയിടത്തേക്കുള്ള നിയന്ത്രണം എത്തിയിട്ടുണ്ട്. അവിടെ താൽക്കാലികമായി അടച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റു നടപടികളിലേക്കൊന്നും പോയിട്ടില്ല. യെസ്, എന്തായാലും കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്താണ് അവിടെ കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് നീന്തൽക്കുളം നവീകരിക്കുകയും ഒപ്പം തന്നെ ടർഫൊക്കെ സജ്ജീകരിച്ചത്. പക്ഷേ വേണ്ടത്ര സുരക്ഷ ഒരുക്കാത്തത് ഒരു ദുരന്തത്തിന് വഴിയുണ്ടാക്കി എന്നതാണ് സാഹചര്യം. എന്തായാലും അതിൽ പരിശോധന ആവശ്യമാണ്. അത്തരം പരിശോധന നടക്കട്ടെ. ആ സ്ഥലത്തേക്കൊരു മെച്ചപ്പെട്ട വഴി ഇല്ല എന്ന പ്രശ്നം കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ടെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാവട്ടെ എന്ന് കരുതാം. എന്തായാലും ദാരുണ സംഭവമാണ് നെയ്യാറ്റിൻകരയ്ക്ക് സമീപം കുന്നത്തുകാലിലെ നീന്തൽക്കുളത്തിൽ വീണ് 12-കാരൻ്റെ ദാരുണാന്ത്യം. മലയൻകാവ് ഷമീന ഷാജി ദമ്പതികളുടെ മകൻ നിയാസാണ് മരണപ്പെട്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നന്ദി.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.